മതിയാക്കൂല. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് വാഗമണിലെ അഡ്വഞ്ചർ പാർക്കിലേക്കാണ്. അപ്പം രാവിലെ ഞങ്ങൾ പൈൻ വാലിയിലൊക്കെ പോയിരുന്നു. അത് എൻ്റെ വാപ്പയുടെ യൂട്യൂബ് ചാനലാണ് ഉടനെ അപ്ലോഡ് ചെയ്യും. അപ്പോൾ നിങ്ങളെല്ലാവരും അത് കാണണം. വാപ്പയുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര് ഖാൻ ക്യാമ്പ് സ്റ്റോറീസ് എന്നാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഇവിടെ നമുക്കൊന്ന് സൂം ചെയ്യാം. മനസ്സിലായി, ഇങ്ങനെ അത് പാടില്ല. അപ്പം ഇപ്പം ടിക്കറ്റ് എടുക്കാൻ പോയിരിക്കുകയാണ്. നമ്മൾ താഴെ നിന്നാണ് എടുക്കേണ്ടത്. താഴെ നിന്ന് എടുത്തിട്ടാണ് നമ്മൾ മുകളിലോട്ട് പോകുന്നത്. മുകളിലാണ് അഡ്വഞ്ചർ പാർക്ക്. അവിടെ ഇങ്ങോട്ട് കണ്ടോ? എനിക്ക് എല്ലാ റൈഡിലും കയറണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് 10 വയസ്സിന് താഴെയുള്ള പിള്ളേർക്ക് അധികം ഒന്നിലും കയറാൻ പറ്റില്ലായിരുന്നു. 15 വയസ്സിന് മുകളിലുള്ള പിള്ളേർക്ക് എനിക്ക് എല്ലാത്തിലും കയറായിരുന്നു. അപ്പം എനിക്ക് എല്ലാത്തിലും കയറണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ആകെ ഒന്നിൽ മാത്രമേ എനിക്ക് കയറാൻ പറ്റുള്ളൂ റൈഡായിട്ട്. അപ്പോൾ ഇതിലൊന്നും എനിക്ക് കയറാൻ പറ്റിയില്ല. അതിൽ വിഷമമൊക്കെ ഉണ്ട്, പക്ഷെ സാരമില്ലാന്ന് പറഞ്ഞിട്ട് എനിക്ക് കയറാൻ പറ്റിയ റൈഡിൽ ഞാൻ കയറി. പിന്നെ കുഞ്ഞു കാറൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുഞ്ഞു പൂളിനകത്ത് ബോട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊന്നും എനിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ കയറിയില്ല. ഇതാണ് ഞാൻ പറഞ്ഞ കാല്. തൊട്ടപ്പുറത്തുള്ളതാണ് ഞാൻ പറഞ്ഞ കുഞ്ഞിപ്പൂളിനകത്തുള്ള ബോട്ട്. അത് തീരെ ചെറിയ പിള്ളേർക്കുള്ളതായിരുന്നു. ഇനി നമ്മൾ കയറാൻ പോകുന്ന ഗ്ലാസ് ബ്രിഡ്ജിലേക്കാണ്. അപ്പോൾ ഇതെൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ നല്ലതായിരിക്കും എന്നാണ് തോന്നുന്നത്. നമുക്ക് കയറിയിട്ട് പറയാം ഞാൻ ബാക്കി.
ഒരു ഫോട്ടോ കുളിച്ച് തള്ള അപ്പൊ എനിക്ക് ശരിക്കും പറഞ്ഞാൽ സത്യമായിട്ട് ഞാൻ പേടിച്ചു പോയി. കാരണം നമ്മൾ ഗ്ലാസ്സിലോട്ട് നോക്കുമ്പോൾ അവിടെ ഗ്ലാസ് ഇല്ല, എയറിൽ നിൽക്കുന്ന ഒരു ഫീലിംഗ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ആൾക്കാരൊക്കെ വരുമ്പോൾ അത് ഷെയ്ക്ക് ആവുന്ന പോലെ ഫീലിംഗ് ആണോന്ന് അറിയില്ല, ഷെയ്ക്ക് ആവുന്ന പോലെ തോന്നി. എനിക്ക് റിയലി ഞാൻ പേടിച്ചു പോയി. പിന്നെ ഇറങ്ങാൻ നേരം കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ കുഴപ്പമില്ലായിരുന്നു. എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഗ്ലാസ് ബ്രിഡ്ജ്. വാഗമണ്ണ് വരുവാണെങ്കിൽ നിങ്ങൾ അഡ്വഞ്ചർ പാർക്കിൽ പോവുകയാണെങ്കിൽ ഇത് ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അടുത്തതായിട്ട് ഞാൻ കയറിയത് ഫിഷ് സ്പൈക്കകത്താണ്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. പാപ്പി കയറിയപ്പോൾ കൂടെ ഞാനും കയറി. കുറച്ച് ഫ്രണ്ടിലോട്ട് ഇറങ്ങിയിരുന്നു. കാല് തിന്നോണ്ട് പോരുത് കേട്ടാ. ബിരിയാണിയുടെ കുട്ടികളാണ് ഞാൻ കേട്ടാ. ഞാൻ അടി വെച്ച് കുക്കണില്ല, അടിയിലൊന്നും പെട്ടെന്ന് കിട്ടും. അമ്മ നിന്റെ സ്കിന്നില്ല നല്ല നല്ല നീറ്റാവും. തിന്നാനൊന്നും കാണത്തില്ല. അതൊന്ന് ഇതായി കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഒരു ഐസ്ക്രീമൊക്കെ കുടിച്ചിട്ട് അവിടെ കുട്ടികൾക്ക് കയറാനുള്ളൊരു റൈഡ് ഉണ്ടായിരുന്നു. അതിൻ്റെ പേര് ബങ്കി ട്രംപോലൈൻ എന്നായിരുന്നു. അവിടെ കയറാനായിട്ട് പോവായിരുന്നു. അപ്പോൾ കുറേ തിരക്കും ആയിരുന്നു. അവിടെ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ എഴുതാനുണ്ടായിരുന്നു. അത് ചെയ്തത് എൻ്റെ ഉമ്മയാണ്. അങ്ങനെ കുറച്ച് വെയിറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എന്നെ അതിനകത്ത് കയറ്റി. അഡ്രസ് പറഞ്ഞേക്കാം. ആ പറഞ്ഞെടുത്ത് പിടിച്ചോളണേ. അവിടെ സൂപ്പർ, അടിപൊളി.
നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞു കേറണ്ടെന്ന്. അപ്പൊ നിനക്ക് കുഴപ്പം. വേണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഇനി ഓടിക്കും. മതിയാക്കൂല. മതിയെന്ന് പറഞ്ഞാൽ കേൾക്കൂല്ലോ. ഞാൻ പറഞ്ഞാ വേണ്ടാന്ന്. ഇനി എവിടെയെങ്കിലും കയറണോ? ഇനി കയറണോ എവിടെയെങ്കിലും? ഇനിതോ അതിൽ കയറ്റാൻ മുത്തേ വാ. ഇല്ല അവിടെ താങ്കൾ എടുക്കും. എനിക്ക് രണ്ട് വീഡിയോ വേണ്ട തെറിച്ചങ്ങ് പോ. നീ എന്താ പറയണം? എങ്ങനെയുണ്ടായിരുന്നു മാമ എക്സ്പീരിയൻസ്? അവിടെ അതിൽ കയറി കിടന്ന് കരഞ്ഞെന്തിനാ? കരഞ്ഞെന്ന് പറഞ്ഞാൽ ഇവിടെ ഭയങ്കര ടൈറ്റ്, പൊക്കത്തോട്ട് പോകുന്നവർ ഇവിടെ ഇറുകിക്കൊണ്ടിരുന്നു. ആണോ? വേണ്ട, എന്നെ ഇറക്കാൻ പറയാന്നൊക്കെ പറഞ്ഞതിനാ? എനിക്ക് വേദന എടുത്തു തുടങ്ങി. ഇങ്ങനെ ഇറുകുന്നു, കാലും കൂടെ കെട്ടിയിട്ടുള്ളത് മൂന്നും കൂടെ പൊങ്ങുന്നതും എപ്പ പൊങ്ങുന്ന അപ്പ ഇറുകുന്നു. അതുകൊണ്ട് ഇപ്പം നമ്മൾ അഡ്വഞ്ചർ പാർക്കിൽ നിന്ന് ഇറങ്ങി ജീപ്പ് സവാരിക്ക് വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ജീപ്പ് സവാരിയുടെ വീഡിയോ വാപ്പിയുടെ യൂട്യൂബ് ചാനലിൽ ഉടനെ ഇടും. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ്, എന്നെ സപ്പോർട്ട് ചെയ്യുക.